നമസ്കാരം. രൂപ കത്നിയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NISM എന്ന സീരീസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഐഡിയ കാര്യങ്ങൾ തരിക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഈ ചാപ്റ്ററുകൾ കാര്യങ്ങളൊക്കെ കോർഡിനേഷൻ ചെയ്ത് കിടക്കുന്നതാണ്. അത് കാരണം റിപ്പീറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആ സ്ട്രക്ചറായിട്ട് തരണം എന്നുള്ളത് കാരണം കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഭാഗങ്ങളും പറഞ്ഞു പോരുന്നു കേട്ടോ. അതായത് കുറച്ചും കൂടി സ്പീഡായിട്ട് പറയും. കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ പറയാത്ത കാര്യങ്ങളൊക്കെ വരുന്നത് മാത്രമേ കുറച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. എന്താണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെപ്ത് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടാട്ടോ. എന്താണ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലെ മേജർ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ഇതിന്റെ റെഗുലേഷൻസ്, അതുപോലെ തന്നെ ഇതിലെങ്ങനെയാണ് നമ്മുടെ ഫണ്ട് ഫ്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതുപോലെയുള്ള പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, ഇതിന് തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാനായിട്ട് പോണത് കേട്ടോ. അതായത് ഓൾറെഡി നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളും കൂടി മാച്ച് ചെയ്തിട്ടാണ് പറയുക. അപ്പൊ അതായത് ചിലർക്ക് മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡീപ്പായി മനസ്സിലാക്കാനും ഡീപ്പായിട്ട് ഇതാക്കാനാണ് സെബി ഇങ്ങനെ ഫോം ചെയ്തുള്ളത്. അപ്പൊ സെബി ഫോം ചെയ്തുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ നമ്മളും നമ്മുടേതായ രീതിയിലാക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനും അതുപോലെ ബിസിനസ്സുകാർക്കും ഗവൺമെന്റിനും എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാനും ബോറോ ചെയ്യാനും ഒക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും എല്ലാത്തിനും ഉള്ള ഒരു ഏരിയ ആണ് ഈ നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റം. അപ്പൊ ഇതില് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതും നമ്മുടെ എക്കണോമിയുടെ ബാക്ക് ബോൺ എന്ന് പറയാം. അതായത് നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന സമ്പത്ത് വ്യവസ്ഥ എപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിന് എപ്പോഴും നല്ലത്, അതുപോലെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നല്ലത്. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഷെയർ മാർക്കറ്റിൽ വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ചാപ്റ്ററുകളും വരുന്നത് കേട്ടാ. എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? ഷെയർ വാങ്ങിയിട്ട് ഷെയർ വാങ്ങിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബോണ്ട് വാങ്ങിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ടും നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നടന്നു, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഷെയർ ഉണ്ട് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നുകിൽ ഷെയർ കമ്പനികളുടെ ഷെയർ ഇൻഫോസിസിന്റെ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന്റെ എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോണ്ടുകളിൽ, അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഗോൾഡിന്റെ ETF ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ നമുക്കും ഒരു ഭാഗമാകാൻ പറ്റും. അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കും അതിനെ അനുഭവിക്കാൻ പറ്റും. അതാണ് അതിന്റെ സിസ്റ്റം. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയേണ്ടത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതിന് കീഴിലായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ വൺ സൈഡായിട്ട് ബാങ്കിങ് സിസ്റ്റം, അവിടെ മാനേജിങ് മണി, അതുപോലെ നമ്മൾ കമേഴ്ഷ്യൽ ബാങ്കുകളും ബാങ്കിങ് സിസ്റ്റത്തിൽ വരും. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ ഉണ്ടാവുക? ഡെപ്പോസിറ്റ് ഉണ്ടാവും, ആൾക്കാരിൽ നിന്ന് ഡെപ്പോസിറ്റ് ഗോൾഡ് ലോൺ കൊടുക്കും, ലോണുകൾ കൊടുക്കും. അപ്പൊ അങ്ങനത്തെ സ്ട്രക്ചറുകൾ ഫണ്ട്, അതായത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഡെപ്പോസിറ്റുകളും കാര്യങ്ങൾ സ്വീകരിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് തരും. എന്നിട്ട് അതിനേറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിനെ മറ്റുള്ളവർക്ക് അത് ലെൻഡ് ചെയ്യും, കടം കൊടുക്കും. അത് ഗോൾഡ് ലോൺ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കടം കൊടുക്കും. അങ്ങനെ കടം കൊടുത്തിട്ട് കിട്ടുന്ന ആ എക്സ്ട്രാ വരുന്ന ആ പെർസെന്റേജിൽ നിന്ന്, അതായത് എംപ്ലോയീസിന്റെ സാലറിയും കാര്യങ്ങളും പൊതുമേഖല ബാങ്കുകളിലെ എംപ്ലോയീസിന് സാലറിയും കാര്യങ്ങളും കൊടുത്ത് ബാക്കി വരുന്ന ഫണ്ട് നമ്മുടെ അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥനെ സ്ട്രോങ് ആക്കാനായിട്ടുള്ള ഒരു സിനാരിയാണ് ഈ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് അതിനെ തന്നെ സെബി റെഗുലേറ്റ് ചെയ്യുന്നു. അതിന്റെ അണ്ടറിലായിട്ട് NSE BSE, അത് ഇതിനെ രണ്ടിന് ബന്ധപ്പെട്ട് ക്ലിയറിംഗ് കോർപ്പറേഷൻ വരുന്നു, നമ്മുടെ ട്രേഡുകളുടെ മാനേജ് ചെയ്യാനും അതിന്റെ റിസ്ക് കാര്യങ്ങളൊക്കെ നോക്കാനും. അതിന്റെ കീഴിലായിട്ട് ബ്രോക്കേഴ്സ് വരുന്നു, നമ്മൾ ഇൻവെസ്റ്റേഴ്സ്, പിന്നെ കമ്പനികൾക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഫാസ്റ്റ് പറഞ്ഞത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പറഞ്ഞ കാര്യം, പിന്നെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. മേജർ പാർട്ടിസിപ്പൻസ് ഇൻ ദി മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആരൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണവരെന്നുള്ളതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയ ആട്ടാ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലുള്ള ചെറിയ നമ്മുടെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്. അത് കൂടാണ്ട് ഹൈ നെറ്റ് വർത്തുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, NRIs, നല്ല ഫണ്ടുള്ളവര്, അങ്ങനെയുള്ളവരുടെ ഒരു
ടീം. അത് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചിട്ട് ഓരോ സെഗ്മെന്റിലായിട്ട് ഇട്ട് നമുക്ക് മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യണവര് ഏട്ടാ. പിന്നെ മൂന്നാം സെക്ടർ വരുന്നത് ഇൻഷുറൻസ് കമ്പനീസുകളൊക്കെ, അതായത് നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഷെയറിലും ഇതിലൊക്കെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ പെൻഷൻ ഫണ്ടുകൾ, അതുകൂടാണ്ട് FIIs, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അവരും നമ്മുടെ നാട്ടില് ഇൻവെസ്റ്റ്മെന്റ് ഷെയറുകളിലും ബോണ്ടുകളിലും ഇതിലൊക്കെ ചെയ്തിട്ട് ഇവർ ഈ സെക്ഷനാണ് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സെക്ഷനായിട്ട് വരുന്നത്. ഇത്ര ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം നമ്മളും കൂടി ചെയ്യുന്നുള്ള ചിന്തിക്കുക. അതിനാണ് ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞിടുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളും ഒരുപാട് ആൾക്കാരോട് നമ്മൾ മത്സരിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ വാങ്ങുന്നതിനെ കുറിച്ചുള്ളത്, റിലയൻസിന്റെ ഷെയർ വാങ്ങണം, ഓർഡർ പ്ലേസ് ആവണം, NSE ആവണം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ പറയണമെന്ന് മാത്രം. നമ്മൾ പറഞ്ഞാണ് കമ്പനികൾക്ക് ഫണ്ട് ആവശ്യമുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ IPO ചെയ്യണതും കാര്യങ്ങളും. അതിന്റെ എക്സാമ്പിൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞു നടന്നു. പക്ഷെ ഈ ചാപ്റ്ററുകളിലൊക്കെ ലിങ്ക് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇതിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രം. ബ്രോക്കേഴ്സ് നമ്മുടെ NSEനും BSEനും ഒക്കെ ലിങ്ക് ചെയ്യണ, നമ്മളെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് ലിങ്ക് ചെയ്യണ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അവരെ കുറിച്ചിട്ടും സിറോദ, ഗ്രോ, ആഞ്ചൽ വൺ, അപ്സ്റ്റോക്സ്, പിന്നെ ICICI ഡയറക്റ്റ്, അപ്പൊ ഇത്ര ബ്രോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അത് വഴി നമ്മൾക്ക് ഏത് ഷെയർ വേണമെങ്കിൽ വാങ്ങാം. അപ്സ്റ്റോക്സ് ആണെങ്കിൽ അപ്സ്റ്റോക്സ് വഴി നമുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NSE BSE വേണമെങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ റെഗുലേഷൻ, അതായത് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ഇൻവെസ്റ്റേഴ്സിന് വരുന്ന അതുമൂലം ഇൻവെസ്റ്റേഴ്സിന് ലോസ്, കോൺഫിഡൻസ് കുറയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും അതിനൊക്കെ ചെക്ക് ചെയ്യാനും, പിന്നെ കമ്പനികളെ മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചെക്ക് ചെയ്യാനും, പിന്നെ എല്ലാ മേഖലകളിലും റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു. RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റം മോണിറ്ററി പോളിസി. SEBI എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി മാർക്കറ്റിനെ വാച്ച് ചെയ്യാനും മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ IRDA എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സെക്ടറിന് വരുന്നതാണ്. PFRDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ ഫണ്ട്. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തൊക്കെ നല്ല അറിവുകളാണ് കേട്ടോ, അതായത് ബേസിക് ആയിട്ട് അറിയാത്തവർക്ക്. എന്തുകൊണ്ടാണ് SEBI ഇമ്പോർട്ടന്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. SEBI എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ട്രേഡിങ്ങിനെ നോക്കാനായിട്ട്, അതുപോലെ തന്നെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന അതുപോലെ തന്നെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്രിമം കാണിക്കലും കാര്യങ്ങളൊക്കെ, ചില സ്റ്റോക്കുകൾ വില കൂട്ടി കാണിച്ച് വില കുറച്ച് കാണിക്കല്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ, പിന്നെ മാർക്കറ്റിന് വേണ്ട അപ്പപ്പ് വേണ്ട നിയമങ്ങളും പുതിയ കാര്യങ്ങളും കൊണ്ടുവന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്, പിന്നെ ബ്രോക്കേഴ്സിനൊക്കെ മോണിറ്റർ ചെയ്യാൻ, വാച്ച് ചെയ്യാനും ശ്രദ്ധിക്കാനും, പിന്നെ ഏറ്റവും ഇതായിട്ട് മാർക്കറ്റിനെ ട്രാൻസ്പെറന്റ് ആയിട്ടും ബെറ്റർ ആയിട്ടും, അതായത് നേരെ വഴിക്ക് നയിക്കാനായിട്ടാണ് സെബിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സെബിയാണ് അതിനെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫ്രോഡുകളൊക്കെ വാച്ച് ചെയ്ത് നമ്മുടെ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണത്. ഓക്കെ. ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോസ് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഒരു കമ്പനി ഡയറക്ടർ സീക്രട്ട്ലി ബൈസ് ഷെയർസ് ബിഫോർ അനൗൺസിങ് എക്സലന്റ് ക്വാർട്ടർലി റിസൾട്ട്. അതായത് ക്വാർട്ടർലി റിസൾട്ട് ഒക്കെ പറഞ്ഞിട്ട് മുമ്പ് തന്നെ ആ കമ്പനിയുടെ ഉള്ളിലുള്ള ഡയറക്ടർ തന്നെ അറിയുന്നത് ഈ കമ്പനിക്ക് നല്ല റിസൾട്ട് വരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് കമ്പനി ഇതാവും, അപ്പൊ ഷെയർ ഭൂമിയും അങ്ങനെ അറിഞ്ഞിട്ട് ആളെന്നെ ഷെയർ വാങ്ങുന്നതിനാണ് ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയാം. ആളെന്നെ വാങ്ങുന്നില്ല, അല്ലാതെ ആൾ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങനെ ഏതെങ്കിലും റിലേഷൻ വഴി അങ്ങനെയൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല. അല്ലാത്ത നോർമലി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിനെ കുറിച്ച് നമുക്ക് അറിയാലോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ മനസ്സിലാക്കി. ഇപ്പൊ അതിന്റെയും ജസ്റ്റ് ഉദാഹരണങ്ങൾ കണ്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സിന് വാങ്ങുന്നതും, വാങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെ ട്രേഡ് നമ്മൾക്ക് എക്സിക്യൂട്ട് ആവുക, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അതായത് ഇതില് ഒന്നുകൂടി ഡീപ്പായിട്ട് പറയണു. അത് റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഷെയറുകൾ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യണം നമ്മള്, അവര് എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് റിസീവ് ചെയ്യണം. അതായത് അറിയാലോ, IPO എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് ഫണ്ട് വേണമെങ്കിൽ അവര് ഷെയർ ഇഷ്യൂ ചെയ്യണു. അത് നമ്മൾ ഷെയർ വാങ്ങുമ്പോൾ ആ ഫണ്ട് അവരുടെ കയ്യിൽ വന്ന് ചേരുന്നു. അതാണ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വാങ്ങിയ ഷെയറുകളില്ലേ, ഇപ്പൊ നമ്മളെ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയോണ്ടാവില്ലേ, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങണം. അതായത് ഒരു ബയ്യറും ഒരു സെല്ലറും എന്ന് പറഞ്ഞ പോലെ. അതായത് നമ്മൾ വിൽക്കാൻ നിൽക്കണ വെച്ചെങ്കിൽ ഇപ്പൊ ഓപ്പോസിറ്റ് നിങ്ങളാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ വാങ്ങണു. അതാണ് ഇതിന്റെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഉള്ള ഫണ്ട് അല്ല പിന്നെ വാങ്ങണത്, ഷെയർ അല്ല വാങ്ങണത്, പേഴ്സന്റെ കയ്യിൽ നിന്നുള്ള
ഷെയറാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ അവര് ലാഭം എടുത്തിട്ടും അല്ലെങ്കിൽ അവർ പാനിക് ആകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് കൊടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരൊക്കെ ആയിട്ടാ? DAs, വലിയ ഇൻവെസ്റ്റേഴ്സ്, മുമ്പ് കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഫെയിമുകള്, പെൻഷന്റെ ഫെയിമുകള്, FIAs, അതായത് അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയാൽ മതി. അവര് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഫുൾ അനലൈസ് ചെയ്ത് നമ്മുടെ പോലെ ഇപ്പോ ജസ്റ്റ് ട്രേഡ് ചെയ്തിട്ട് 10,000 രൂപ കൊണ്ട് 5,000 രൂപ ഉണ്ടാക്കലും അല്ലെങ്കിൽ 50,000 രൂപ കൊണ്ട് 20,000 രൂപ ഉണ്ടാക്കുന്ന സിസ്റ്റം ഒന്നല്ല അവരുടെ കേട്ടാ. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെർസെന്റേജ് വെച്ചിട്ട് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇതിനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള അത്രയും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതിൽ ഉദാഹരണം പറഞ്ഞാൽ IIT-ലൊക്കെ പഠിച്ചു പോയി നമ്മുടെ ബ്രില്യൻസ് ആയിട്ടുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് അവരുടെ കമ്പനിയിലൊക്കെ ജോലിക്ക് വർക്ക് കീഴിലല്ല, അവരുടെ കമ്പനിയിലൊക്കെ ജോലിക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ബ്രില്യൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഓരോ ട്രേഡ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ ആ വർക്ക് ചെയ്യുന്നവർക്ക് വേറെ ഇതൊന്നുമില്ല. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് കണ്ടുപിടിക്കുക, നല്ല സ്റ്റോക്കുകളിനെ പിക്ക് ചെയ്യുക, അല്ല വെച്ചെങ്കിൽ ഇതിന്റെ സ്ട്രക്ചറുകൾ ചെയ്യുക, അങ്ങനത്തെ കുറെ ഒരുപാട്, അതായത് പിന്നെ AI ട്രേഡിങ്, അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നിങ്ങൾ ഷെയർ മേടിക്കാൻ പോകുമ്പോൾ മത്സരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഇത് വീണ്ടും സ്റ്റേജ് 1 IPO എന്ന് പറയുന്നത് എന്താ? കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങണം. സ്റ്റേജ് 2 സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഹുലിന്റെ കയ്യിൽ ഫ്രീ വാങ്ങുന്നു എന്നുള്ള കൺസെപ്റ്റ് കേട്ടാ. പിന്നെ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 lakh വെച്ചെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഫണ്ടിന് ഷെയർ വാങ്ങണു, അത് ഓപ്പൺ ആക്കുന്നു, എന്നിട്ട് ബ്രോക്കർ വഴി നമ്മൾ അതിനെ അപ്ലൈ ചെയ്യണു. അപ്പൊ ബ്രോക്കർ അത് NSE-ലേക്ക് വിടുന്നു. NSE-ന്ന് അത് സെല്ലറായിട്ട് മാച്ച് ആവണു, അതേസമയത്ത് കൊടുക്കാനുള്ള ആളായിട്ട് മാച്ച് ആവണം. അപ്പൊ സെല്ലർ മാച്ച് ആകുമ്പോൾ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ആവണം. അതിനുശേഷം അത് ക്ലിയറിംഗ് കോർപ്പറേഷനിൽ ചേരണം. അതിനുശേഷം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവണം. ഫസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ആവണം. ഇത് അതിന്റെ ഒരു പ്രോസസ് ഇട്ടാ നോക്കി വെച്ചാൽ മതി. പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ പറഞ്ഞിരുന്നു. അതേ സിസ്റ്റം പോലെ തന്നെ ഇൻഫോസിസിന്റെ പറയണെങ്കിൽ 1,700 രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. 1,70,000 രൂപയ്ക്ക് നമ്മൾ 100 ഷെയർ വാങ്ങണം. അത് 1,84,000 രൂപ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,000 രൂപ. 14,000 രൂപന് എന്തൊക്കെ കട്ട് വരുന്നുള്ളത്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രോക്കറേജ് ചാർജുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 500 രൂപ വന്നാൽ 13,500 എന്നുള്ള രീതിയിൽ നമുക്ക് ചാർജസും കാര്യങ്ങളും കഴിഞ്ഞ് വരുന്ന പ്രോഫിറ്റ്, അതിന്റെ ഒരു കാൽക്കുലേഷനും കണക്കാണത്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ചാപ്റ്റർ ആയിട്ടുള്ള ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ്, ചെറിയ കാര്യങ്ങളുള്ളൂ. എന്നാലും ഇതിന്റെ ഒരു തുടർച്ചയായ കാരണം കൊണ്ട് നമ്മൾ ആ രീതിയിൽ ചെയ്തു മാത്രം. അപ്പൊ ഇത് നല്ല ഡീപ്പായി പഠിച്ച് നോട്ടൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ ഞാൻ മുന്നും പറഞ്ഞു. ഷെയർ ഒക്കെ വാങ്ങണത് നമ്മൾ ഡയറക്ട്ലി ഫ്രം ദി കമ്പനിയാന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. അത് അല്ല സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. പിന്നെ ബ്രോക്കേഴ്സ് വിചാരിക്കുന്നത് ബ്രോക്കേഴ്സ് ആണ് പ്രൈസ് ഒക്കെ ഡിസൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുമല്ല, അത് ഡിമാൻഡിന് സപ്ലൈക്കാണ് കേട്ടോ. അതിനെ കുറിച്ച് നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് പറയാം. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകള്, പിന്നെ പ്രോഫിറ്റ് സെബി തരുന്നുള്ള ഗ്യാരണ്ടി, അങ്ങനെ കുറെ ആൾക്കാർ കുറെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. മാർക്കറ്റിനെ ആദ്യം പഠിക്കുക. ഇപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. അപ്പൊ എല്ലാവരും ഇത് വാച്ച് ചെയ്തിട്ട് ഇത് മനസ്സിലാക്കുക. കാരണം ഇതൊരു ഡീപ്പായിട്ട് പഠിക്കുന്ന കാരണമാണ് ഇതിന്റെ അതേ സ്ട്രക്ചറിൽ പറഞ്ഞു തരുന്നത് കേട്ടാ. അപ്പൊ അറിയണവരെന്ന് വെച്ചെങ്കിൽ അത് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള ഒരു ഇതുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും നമ്മുടെ ചാനലിന് ഫോളോ ചെയ്യുക. ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോളോ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമന്റും ഒക്കെ അടിച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ്.